കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഗണപതി ക്ഷേത്രത്തിലൊന്ന് പോയിട്ട് തൊഴുത് ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരികയാണ്. അങ്ങനെ ആ വാതിൽപ്പടി കയറുമ്പോൾ ഇന്ന് നല്ല തിരക്കായിരുന്നു. രാവിലെ മുതൽ നല്ല തിരക്ക് തന്നെ. കൊടിമരം വഴി തന്നെയാണ് ഒരുവിധം സമയത്തും വിട്ടിരുന്നത്. ചില സമയത്ത് മാത്രമാണ് ഫ്ലൈ ഓവർ കയറിയിട്ട് വിട്ടിരുന്നത്. അത്യാവശ്യം നല്ല തിരക്ക്. ശനിയാഴ്ച അല്ലേ, ഇനിയിപ്പോൾ നാളെ അതിൻ്റെ ഇരട്ടിയാവും. അപ്പോൾ നമുക്ക് എന്തായാലും തൊഴാൻ പോവാം. അങ്ങനെ വരുമ്പോൾ ആ മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കുക, അതുപോലെ ആ തൂണൊന്ന് നോക്കി തൊഴുക. നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണൊന്ന് നോക്കി തൊഴുക. അങ്ങനെ വന്ന് നമ്മൾ അകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കാൽത്തടകളൊക്കെ ഇങ്ങനെ കാണുന്നു. കാലുകൾ കാണാനുണ്ട്. പട്ടുകോണകം ഉടുത്തിട്ടുണ്ട്. അരമണിയൊക്കെ ചാർത്തി അങ്ങനെ നോക്കി വരുമ്പോൾ വലത്തെ കയ്യിലൊരു വെണ്ണ ഉണ്ട്. വെണ്ണ ഇടത്തെ കയ്യിൽ ഓടക്കുഴലും ഉണ്ട്. ഇന്ന് അങ്ങനത്തെ ഒരു ഉണ്ണിയാണ്, പൊന്നുണ്ണിയാണ്. പീലിത്തിരിമുടി കെട്ടിയിട്ടുണ്ട്. മാറിലൊരു മാങ്ങാമാല ഉണ്ട്. ഒരു വളയം പോലത്തെ മാല ഉണ്ട്. പിന്നെ ഒരു എന്താ പറയുക, ഗോപീതിലകം ചാർത്തിയിട്ടുണ്ട്. ആ മാറിലും ഉണ്ട് ഒരു 5 ഗോപീതിലകം വെച്ചിട്ട് മാല പോലെ ചാർത്തിയിട്ടുണ്ട്. പിന്നെ മാലയുള്ളത് വെളുത്ത പൂവുകൊണ്ട് ഒരൊറ്റ മാല കാണാണ്ട് ഉണ്ടമാല. അതേപോലെ വെളുത്ത പൂവും ചുവന്ന പൂവായിട്ട് ഇടകലർന്നിട്ട് ഒരു ഉണ്ടമാല. ആ തിരുമുടിമാലയും 2 എണ്ണമാണ്. വെളുത്ത പൂവും തെച്ചിയും തുളസിയായിട്ടുള്ളതും, വെളുത്ത പൂവും തെച്ചിപ്പൂവായിട്ടുള്ളതും, അങ്ങനെ 2 എണ്ണം. കൈവളകൾ കാണാണ്ട്, തോൾവളകളുണ്ട്. അങ്ങനെ വെണ്ണക്കുടവും കയ്യിൽ പിടിച്ചിങ്ങനെ വെണ്ണക്കണ്ണനാണ്, ഓടക്കുഴലൊക്കെ പിടിച്ചുള്ള ആ വെണ്ണക്കണ്ണനാണ് ഇന്നത്തെ ശ്രീലകത്തെ അലങ്കാരം. ഇന്ന് ഉച്ചപൂജ ഉണ്ടായത് മേൽശാന്തിയാണ്. മേൽശാന്തി പുതുമന ഇല്ലത്തെ ശ്രീജിത്ത് നമ്പൂതിരി. അതുപോലെ കളഭാലങ്കാരം കക്കാട് നാരായണൻ നമ്പൂതിരിയാണ്. വളരെ കേമായിട്ടുള്ള അലങ്കാരമായിരുന്നു. എല്ലാവരും കണ്ട് തൊഴുതോളൂ. ഗുരുവായൂരപ്പൻ്റെ ആ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് നമ്മൾ സോപാനപ്പടിയിൽ നിന്നാണ് കണ്ടു തൊഴുന്നത്. എല്ലാവരും മനസ്സിലങ്ങനെ സങ്കല്പിക്കുക, എന്നിട്ട് മനസ്സ് അറിഞ്ഞ് തൊഴുതോളൂ. അത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നേരെ ഇറങ്ങുകയാണ്. ഇറങ്ങിയിട്ട് ആ തിടപ്പള്ളിയിലേക്ക് നോക്കിയിട്ട് തൊഴുകയാണ്. അതുപോലെ സപ്തമാതാക്കളെ ഒന്ന് തൊഴുന്നു. അങ്ങനെ വിഘ്നേശ്വരൻ്റെ അടുത്ത് വന്ന് വിഘ്നേശ്വരനെ കണ്ടു തൊഴുന്നു. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അവിടുന്ന് തൊട്ട് പിന്തിരിഞ്ഞ് നോക്കിയ സരസ്വതി ദേവിയെ കാണാം. സരസ്വതി ദേവീനെ കണ്ടു തൊഴുക. അവിടെ ഒരു തുളസിയും വെളുത്ത പൂവായിട്ടുള്ള മാല കാണാനുള്ളത്. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ കണ്ട് തൊഴുത് നേരെ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ചെറിയ ഗണപതിനെയൊക്കെ കാണാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള വിഗ്രഹങ്ങൾ കാണാം. അത് കഴിഞ്ഞ് മേൽശാന്തിയുടെ അടുത്തുനിന്ന് പ്രസാദമൊക്കെ വാങ്ങിയിട്ട് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞാൽ നേരെ അനന്തപത്മനാഭസ്വാമിയെ കണ്ട് തൊഴാം. അവിടെ നിറയെ തുളസിമാലകൾ ചാർത്തിയിട്ടുണ്ട്. വെളുത്ത മാലയുണ്ട്. അവിടെ കണ്ട് തൊഴുത് ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. അത് കഴിഞ്ഞ് തിരിഞ്ഞ് വരുമ്പോൾ വീണ്ടും ദശാവതാര വിഗ്രഹങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് കാണാം. അത് കഴിഞ്ഞ് കൃഷ്ണനെ കാണാം. അവിടെ തുളസിമാല ചാർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് മുരുകനെ കാണാം. അത് കഴിഞ്ഞ് ആഞ്ജനേയനെ കാണാം. അവിടെ നിറയെ കൂവളമാലകളുണ്ട്, നിറയെ കുങ്കുമം ഉണ്ട്. അപ്പോൾ അത് കുങ്കുമമൊക്കെ എടുത്ത് തൊട്ട്, അതേമാതിരി രാധാകൃഷ്ണ വിഗ്രഹമുണ്ട്, അതിന്മേലൊക്കെ മാലകൾ ചാർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരെ ആ ഓവിൻ്റെ അവിടെ വന്നിട്ടൊന്ന് പ്രാർത്ഥിക്കാം. അതിനപ്പുറം ആ ഗ്രില്ലിനപ്പുറം കിടന്നാൽ നമ്മുടെ കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന
ആ താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നെ ആ മണിക്കിണറൊന്ന് നോക്കിയിട്ട് തൊഴാം. വീണ്ടും നമ്മൾ ആ നൃത്താറയിലേക്ക് നോക്കിയാൽ ആ കിടാവിളക്ക് ഇങ്ങനെ ഇരുന്ന് കത്തുന്നു. അപ്പോൾ അവിടേക്ക് ഇങ്ങനെ നോക്കിയാൽ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ നൃത്തം ചെയ്യുന്നതായിട്ട് ഇങ്ങനെ സങ്കല്പിച്ച് അങ്ങനെ ചിന്തിച്ചാൽ അവിടെ ആയി. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇറങ്ങി കുറൂരമേനയും നാരദരെയൊക്കെ കണ്ട് വസുദേവരെയൊക്കെ കണ്ട് വടക്കേ നടയിലൂടെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നേരെ പ്രസാദ കൗണ്ടറിൽ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. പിന്നെ എടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാൻ പോവാം. അങ്ങനെ പോയി വന്ന് നോക്കിയാലോ, അവിടെ നിന്ന് ഭഗവതി വളരെ വളരെ മനോഹരിയായിട്ടാണ്. നിറയെ പൂക്കളുണ്ട്. ചുവന്നതും കറുത്തതുമായ ഒരു പട്ട് ഇങ്ങനെ ഉണ്ട്. പിന്നെ അരപ്പട്ടയൊക്കെ കെട്ടിയിട്ടുണ്ട്. പിന്നെ നെക്ലസ് പോലത്തെ ഒരു മാല ഉണ്ട്, വലിയ സ്വർണത്തിൻ്റെ. പിന്നെ വലിയ പൊട്ടുണ്ട്. അങ്ങനെ വളരെ അതിസുന്ദരിയായിട്ടാണ് ഭഗവതി ഇന്ന് ഭക്തരെ കാണാതിരിക്കുന്നത്. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ കണ്ടു തൊഴുത് കുറച്ചിങ്ങോട്ട് പോകുന്ന കോർണറിലെത്തിയാൽ മമ്മിയൂരപ്പനെ നോക്കിയിട്ട് തൊഴാം. മമ്മിയൂരപ്പനെ നോക്കി സ്മരിച്ച് തൊഴാം. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലുക, മമ്മിയൂരപ്പനെ സ്മരിക്കുക. അതിനുശേഷം ആ കൊടിമരത്തിൻ്റെ അവിടേക്ക് എങ്ങനെ നോക്കി വരിക. കൊടിമരത്തിൻ്റെ അവിടെ എത്തിയാൽ വീണ്ടും നമ്മൾ ശ്രീലകത്തേക്ക് ഒന്നുകൂടി നോക്കാമല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആ ഗുരുവായൂരപ്പൻ്റെ ആ വെണ്ണക്കണ്ണനെ ഒന്നുകൂടി കാണാം. അത് കഴിഞ്ഞ് തൊഴുത് കൂത്തമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടൊന്ന് തൊഴുത. അത് കഴിഞ്ഞ് അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരാം. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന് കണ്ട് തൊഴുത് ഒന്ന് പ്രദക്ഷിണമായിട്ട് വയ്ക്കാം. ഭൂതനാഥ സുധാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അയ്യപ്പസ്വാമിയുടെ അടുത്തുനിന്ന് പ്രദക്ഷിണമായിട്ട് നമ്മൾ പടിഞ്ഞാറേ നടയിലേക്ക് എത്തുകയാണ്. പടിഞ്ഞാറേ നടയിലെത്തിയാലോ ആ ദീപസ്തംഭത്തിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ വേണുഗോപാല സ്വരൂപം ഇങ്ങനെ കാണാം. അപ്പോൾ അതൊന്ന് തൊഴാം. അതുപോലെ അവിടെ നിന്നിട്ട് തന്നെ കുറച്ച് മാറി നിന്നാൽ ആ കൊടിമരം കാണാം. കൊടിമരത്തിൻ്റെ മുകളിലും വേണുഗോപാല സ്വരൂപത്തിൽ ഇങ്ങനെ ഭക്തരെ അനുഗ്രഹിക്കാൻ നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ കാണാം. അങ്ങനെ കണ്ടു തൊഴാം. അപ്പോൾ ഇന്നും എല്ലാവരും എൻ്റെ കൂടെ വന്നിട്ട് ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കളഭാലങ്കാരം കണ്ടു ദർശിച്ചു. എന്നെ കേൾക്കുന്നത് ഏത് സമയത്താണെങ്കിലും അപ്പോൾ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ മുന്നിലാണെന്ന് ചിന്തിക്കുക മനസ്സിൽ. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ മുന്നിലാണ് എന്ന് ചിന്തിച്ച് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഗുരുവായൂരെത്തിയ പ്രതീതിയാണ്. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.